ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിപ്പോൾ 1.5 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 4 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു 3-4 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് നേരം ചൂടാക്കി എടുത്താൽ മതിയാവും. തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.